ഇന്ന് രാവിലെ തന്നെ തോട്ടത്തിൽ കുമ്മായിടുന്ന പണിയിലാണ്. പശുവിന്റെ കറവൊക്കെ കഴിഞ്ഞ് നേരെ കൊണ്ട് ഇറങ്ങിയതാട്ടോ കുമ്മായിടാനായിട്ട്. ഇപ്പൊ ഇതാ കുമ്മായൊക്കെ നമ്മള് നീറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ തന്നെ ഒക്കെ നീറ്റി വെച്ച് എന്നാലും നമുക്ക് രാവിലെ എടുത്ത് ഇടാൻ കഴിയുള്ളൂ. ഒരു 6:30 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ മഞ്ഞ് തന്നെ ഇട്ട് കൊടുത്താലേ കുമ്മായം അധികം ഒന്നും പാറാതെ വേഗം ഇട്ട് കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ വന്ന് നല്ല ചൂടായിരിക്കും. ഇത് കണ്ടില്ലേ, നല്ല നീറിയിട്ടുണ്ട്. ഇതിൽ ഈ കുറച്ച് കാണുന്നത്, ഒരു കട്ട പോലെ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കുമ്മായം ഉണ്ടായിരുന്നു ഇതില്. അതിനനുസരിച്ച് ബാക്കിയുള്ള ചാക്കും കൂടെ നമ്മൾ ഇതിൽ നീറ്റായിട്ടിട്ട്, അത് കുറേയൊക്കെ ചാക്കിന്ന് നീറിപ്പോയി. ബാക്കിയുള്ള ഇത് അങ്ങനെ പൊടിയുന്നുണ്ട്, എന്നാലും ഒരു കാണുമ്പോൾ ഒരു കട്ട കുത്തിയ പോലെ ഉണ്ട്. അപ്പൊ ഒന്നിങ്ങനെ പൊടിച്ചു കൊടുക്കുക. അപ്പൊ ഇതാ ഇവിടെ ഉണ്ട് കുമ്മായം നീറ്റാത്ത. ഇതുപോലുള്ള 10 കിലോന്റെ പാക്കറ്റായിട്ട് വരുന്നത്. നീറ്റ് കക്ക എന്നും പറയും, കുമ്മായം എന്നും പറയട്ടോ. ഞങ്ങളുടെ അധികം കുമ്മായം എന്ന് പറയില്ലേ. അപ്പം ഇത് നീറ്റിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആക്കിയിട്ടുള്ളത്. ഒരു ഏകദേശം നമ്മൾ ഒരു ഏക്കറയ്ക്ക് 200 കിലോ, 160 കിലോ 170 കിലോ മതി. നമ്മൾ 200 കിലോ വെച്ചിടുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ കാപ്പി കൃഷിയാണ്. കാപ്പി കൃഷിക്കാണ് ഈ ഒരു സമയത്ത് നമ്മൾ കുമ്മായി ഇടുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എല്ലാ വിളകൾക്കും കിട്ടുന്ന രീതിക്കായിട്ടാണ് നമ്മുടെ തോട്ടത്തിൽ മൊത്തമായിട്ടാണ് കുമ്മായി ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏക്കറയ്ക്ക് 200 കിലോ ഒക്കെ വെച്ചിരുന്നത്. അപ്പൊ നാസർക്ക് രാവിലെ തന്നെ വന്നിട്ടുണ്ട്. നാസർക്ക് തുടങ്ങിയല്ലേ? ബക്കറ്റില് വാരി വെച്ചോളി. മാസ്ക് എടുത്തോളി, മാസ്ക് കൊണ്ടുവച്ചു കേട്ടോ. ഇപ്പൊ വലിയ പൊടിയില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ എന്താ വെച്ചാല് ഒരു മഞ്ഞിന്റെ ആ ഒരു തണുപ്പ് ഉണ്ടാവും. ആ വെള്ളം ഉള്ളതുകൊണ്ടേ ഇടുമ്പോ അങ്ങനെ നന്ദനാണ് പൊടി പാടുന്നത്. ഇത് വേണോ, കുളംകോരി വേണോ? എന്നാ ചേരിച്ച് അങ്ങനെ ഇട്ടോളി. നല്ല പൊടിയാ. നമ്മൾ ഡോളമേറ്റ് ഇടാൻ ഇത്ര പണിയില്ല, പക്ഷെ കുമ്മായം ഭയങ്കര പൊടിയായിരിക്കും. പക്ഷെ ഗുണം കൂടുതൽ നമുക്ക് തോന്നുന്നത് ഡോളമേറ്റ് കുമ്മായം അല്ലേ. രണ്ട് കാര്യങ്ങളാണ്. ഡോളമേറ്റ് ഇടുമ്പോൾ നമ്മൾ മണ്ണിന് ഇളക്കം കിട്ടുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഡോളമേറ്റ് ഇപ്പൊ ഇറക്കി വരുന്നുണ്ട്. എന്ത് മാസ്ക് വെച്ചോളാം, നല്ല പൊടിയുണ്ട്. അതാണ് ആദ്യം മാസ്ക് വെച്ചോളി. ഞാൻ എടുത്തിടാ. ഞാൻ പിന്നെ ഇടുമ്പോ മാസ്ക് വെക്കാൻ വെച്ചിട്ടാ. നല്ല പൊടിച്ചു, നല്ല നീറിയുണ്ട്. ഈ മുകളിലുള്ളതേ ഒന്നും കൊണ്ട് പൊടിച്ചോളി. അതാ പഴയതുണ്ടല്ലോ, ആ മിക്സ് ചെയ്താൽ മതി. കഴിഞ്ഞ വർഷത്തെ ബാക്കിയുള്ള കുമ്മായി ഇതിന് മേലിട്ടോണ്ട് അത് കുറെ ചാക്ക് കിടന്ന് നീറിയിട്ടേ. തോട്ടത്തിൽ പോലെ മാസ്ക് വെക്കട്ടെ. അങ്ങനെ നടന്നോളി. ഒരു സൈഡ് നമ്മളെ ഫസ്റ്റ് തുടക്കം ഇങ്ങനെ ഇട്ട് മതി. പിന്നെ മാസ്ക് വെക്കട്ടെ, അതിൽ പണി പാളും. നല്ല പൊടിയാ. ഇവിടെ എല്ലാരും ഈ ഒരു സമയത്ത് തന്നെ കേട്ടോ കുമ്മായം ഡോളമേറ്റ് ഒക്കെ ഇടുന്നത്. കാപ്പിയോറ് കഴിഞ്ഞ് കവാത്തൊക്കെ കഴിഞ്ഞ് കാപ്പി ചിലപ്പോൾ സമയത്ത് പൂക്കുന്നതിന് മുന്നേ ഇടും. പ്രാവശ്യം പിന്നെ നേരത്തെ പൂത്തും എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമാണ് ഇപ്പൊ എല്ലാവരും ഇടുന്നത്. അപ്പൊ നാസറൊക്കെ ഇടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും കിട്ടും. നമ്മുടെ തോട്ടത്തിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ എറിഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണി പെട്ടെന്ന് ചെയ്യും കേട്ടോ, നിൽക്കൂല. വേണ്ട അത്ര പൊടി ഇല്ല. ഇതൊന്നല്ല, ശരിക്കും കുറച്ചുകൂടെ വെയിലറച്ച് കഴിഞ്ഞാൽ പൊടി ഭയങ്കര കൂടും. അപ്പം നിങ്ങളുടെ തോട്ടത്തിന്റെ തുടക്കമാണ്, ഇങ്ങനെ ഒരു ഭാഗം തീർത്താണ് പോവുക. നമ്മൾ മെയിനായിട്ട് നമ്മൾ കുമ്മായിടുന്നത് മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കുക, pH ലെവൽ ചെയ്യുക. pH ലെവൽ ചെയ്താലേ നമുക്ക് ചെടികൾക്കൊക്കെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് കാപ്പിയും അതിന് ഇടവേളായിട്ട് ചെയ്യുന്ന എല്ലാത്തിനും കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾ വലിച്ചെടുക്കുള്ളൂ കറക്റ്റായിട്ട്. അതിനെപ്പോഴും pH ലെവൽ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ വർഷത്തിൽ ഇതേപോലെ കുമ്മായിട്ട് കൊടുക്കും. പിന്നെ തെങ്ങിന് ഞങ്ങൾ ഇതിന് ശേഷം ഈ സമയത്ത് നമ്മൾ തെങ്ങിന് ഇട്ട് കൊടുക്കും. അല്ലാതെ നമ്മൾ തെങ്ങിന് ഒന്നുകൂടെ ആയിട്ട് വളരുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ ആ ഭാഗത്ത് ഇടാട്ടാ. അങ്ങനെ ഈ ഏരി ഇങ്ങനെ കവർ ചെയ്ത് പോരിട്ടോ. ഈ മൂല രണ്ടാളും ഒരേ സ്ഥലത്ത് നിന്ന് ഇടാൻ കഴിയില്ല. അപ്പൊ ഞാൻ കുറച്ചും കൂടെ വിട്ടുന്ന് അങ്ങനെ ഇട്ടുപോയാല് പെട്ടെന്ന് പരിപാടി ചെയ്യും. അങ്ങനെ അങ്ങോട്ട് എറിഞ്ഞു പോവാ. നമ്മൾ ആദ്യം നീറ്റി വെച്ചോണ്ട് ചൂടില്ല കേട്ടോ. അതായത് അന്ന് നീറ്റി അന്ന് ഇടലും റിസ്ക് ആണ്. പിന്നെ ചൂട് പോയി കിട്ടാൻ തന്നെ ഒരു സമയം എടുക്കും.
നമ്മളിങ്ങനെ ഇട്ട് പോകുമ്പോൾ തെങ്ങിന്റെ തടമൊക്കെ വരും കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തെങ്ങിന് വീണ്ടും വളം കൊടുക്കുന്ന സമയമുണ്ട്. ഇപ്പോഴല്ല, മഴ അടുപ്പിച്ച് ആ സമയത്ത് ഇനി ഒന്നുകൂടെ ഇടുള്ളൂ. നമ്മൾ ഈ ഒരു പോക്കിൽ ഇങ്ങനെ എറിഞ്ഞു പോകും. എപ്പോഴും മണ്ണിന്റെ pH ലെവൽ ചെയ്ത് നിൽക്കണം. മറ്റേത് നമ്മൾ എത്ര വളം ഇട്ടിട്ടും കാര്യമില്ല, ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ കഴിയില്ല, pH ഒന്നും ലെവലല്ലെങ്കിൽ. അപ്പം അത് കറക്റ്റായിട്ട് ചെടികളുടെ വളർച്ചയ്ക്ക് വളങ്ങളും കാര്യങ്ങളും കറക്റ്റ് കിട്ടാനാണ് എല്ലാ വർഷവും നമ്മൾ കുമ്മായ ഇടുന്നത്. പിന്നെ കുമ്മായത്തിന് നല്ല വില ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ 100 രൂപ കിട്ടിയ സാധനം 120 150. ഇപ്പം നല്ല കുമ്മായത്തിന് ഏകദേശം 180 രൂപ 200 രൂപ വരെ വില എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കൃഷിഭവൻ വഴിയൊക്കെ ഇപ്പം പഞ്ചായത്തിൽ പൈസയൊക്കെ വെച്ചിട്ട് സബ്സിഡിയിലൊക്കെ കുറച്ച് കുമ്മായം തരുന്നുണ്ട്. അതൊന്നും നമുക്ക് മൊത്തത്തിൽ ഇടാനുള്ള ഉണ്ടാവില്ല. അത് എല്ലാ കർഷകർക്കും കൊടുക്കുമ്പോൾ നമുക്കുള്ള കറക്റ്റ് അളവിലൊന്നും കിട്ടില്ല. അപ്പം അത് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ വാങ്ങിച്ചിട്ട് മൊത്തത്തിൽ തോട്ടത്തിൽ ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് എല്ലാ വർഷവും ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം, ഇപ്പോഴും നമ്മളെ മണ്ണിന്റെ അമ്ലത്വം കറക്റ്റായിട്ട് കുറയ്ക്കേണ്ട കറക്റ്റ് കുറച്ചിട്ടും pH ഒക്കെ ലെവൽ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. മറ്റേത് നമ്മൾ തീരെ ഇടാത്ത തോട്ടാണെങ്കിൽ ഇനി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇതൊക്കെ ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ. നമ്മൾ ഒരു വട്ടം ഒന്ന് കുമ്മായിട്ടാലൊന്നും കറക്റ്റ് ലെവലായി കിട്ടൂല. നമ്മളെന്തായാലും വേഗം ഇട്ട് തീർക്കട്ടെ. നല്ല പൊടി പാറുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്കും പണിയാണ് ഞങ്ങളിങ്ങനെ എറിയുമ്പോൾ. കുറച്ചൊക്കെ എന്തായാലും പാറും. പിന്നെ ചെറിയൊരു മഞ്ഞും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതാണ് ഞങ്ങൾ രാവിലെ ഇടുന്നത്. പാറുന്ന പൊടി അതുപോലെ നമുക്ക് ഒന്ന് അമർന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഇടുമ്പോഴേ കുറച്ചുകൂടെ കുനിഞ്ഞിട്ട് താഴ്ത്തിയിട്ടാൽ പാറൽ കുറച്ച് കുറയുന്നുണ്ട് കേട്ടോ. പൊന്തിച്ചിടുമ്പോൾ നല്ല പാറലാണ്. നമ്മൾ ഓരോ അടപ്പ് വരും. ഇപ്പൊ അതാ ഏകദേശം നമ്മൾ ഇട്ട് കഴിയാൻ ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇപ്പൊ കണ്ട ഇട്ട ഭാഗങ്ങൾ ഇങ്ങോട്ടൊക്കെ കണ്ടോ, നല്ല രീതിയിൽ തന്നെ കുമ്മായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോളമേറ്റ് മോശമായതുകൊണ്ടല്ല കേട്ടോ നമ്മൾ ഇടാത്തത്. കുമ്മായ ഇടുമ്പോഴൊരു ഗുണം, കുറച്ച് നമ്മളെ മണ്ണിലെ കേടുകൾ മാറി കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ കാപ്പിച്ചെടീൻ്റെ തടിയിലൊക്കെ ഈ ഒരു സമയത്ത് നല്ലതാ. ഇത് വന്നിട്ടില്ല, ഇപ്രാവശ്യം കുറവാണ്. ചെതൽ കയറിയിട്ട് ഇങ്ങനെ കൂട് വെക്കും. അപ്പം ഈ കാപ്പിയുടെ തൊലിയൊക്കെ ഇങ്ങനെ ചെതൽ കഴിക്കും. അങ്ങനത്തെ ചെതലിൻ്റെ ശല്യമൊക്കെ നല്ല കുറവുണ്ട് കുമ്മായിട്ട് വരുമ്പോൾ. ഇപ്രാവശ്യം തീരെ ഇല്ല. കഴിഞ്ഞ 2 വർഷം മുന്നൊക്കെ നല്ല ചെതലിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. നമ്മൾ കുമ്മായ ഇങ്ങനെ ഇടുന്നോണ്ട് അറിയില്ല, അതും കുറവുണ്ട്. അത് എൻ്റെ ആ ഭാഗത്തൊക്കെ എല്ലാ ഭാഗത്തും ഇട്ട് കഴിഞ്ഞിട്ടോ. ആ സൈഡൊക്കെ നമുക്ക് ഇനി ഒരു കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. അവിടെ നാസറൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ഞാനിനി ഏതിലും മറന്നുപോയ നമ്മളിങ്ങനെ ഇടുമ്പോൾ സമയത്തേ ചിലപ്പോൾ വിട്ടുപോകും. അതൊക്കെ ഒന്ന് നോക്കി പോവാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അതാ വെയിൽ വന്നിട്ടുണ്ട്. വെയിലാകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ പണികൾ കഴിഞ്ഞു. 6 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 8 9 മണി ആവാനായി. ആ സമയമാകുമ്പോഴത്തേക്കാണ് നമുക്കിതൊക്കെ ഇട്ട് തീർന്നത്. നമുക്ക് സ്പീഡിൽ അങ്ങനെ എറിഞ്ഞു പോകാൻ പറ്റില്ല. എല്ലാ ഭാഗമൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുക.